ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും കടുകിട വ്യത്യാസമില്ലാതെ ഒരു ജനതയുടെ വിശ്വാസങ്ങളെ ഹിമാലയൻ പർവ്വതനിരകൾ കാത്തു സൂക്ഷിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് മാത്രമല്ല, അത് സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതലത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ വൈകാരിക ജീവിതവുമായും അത് വിഘടിക്കാനാവാത്ത വിധം കൂടിച്ചേർന്ന് കിടക്കുന്നു. ഈ ഭൂമിയിലെ മറ്റൊരു പർവ്വതത്തിനോ പർവ്വതനിരകൾക്കോ ഇങ്ങനെ ഒരു സവിശേഷ സ്ഥാനം അവകാശപ്പെടാനാവില്ല. ലോക ജനസംഖ്യയെ തന്നെ നിർണയിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഹിമാലയ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ച മഹാനദികളുടെ തടങ്ങളിൽ നിന്നുമാണ് ഇന്നും നമ്മളിൽ സ്വാധീനം ചെലുത്തുന്ന ആദിനാഗരിക സംസ്കാരങ്ങളെല്ലാം ഉണ്ടായത്. ഹിമാലയത്തെക്കുറിച്ച്, ആ ഹിമാലയ പർവ്വതനിരയിലെ ഓരോ പർവ്വതങ്ങളെക്കുറിച്ചുമൊക്കെ പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. ഇന്ത്യയുടെ പുരാണേതിഹാസങ്ങളിൽ പുണ്യസ്ഥലിയായാണ് ഹിമാലയത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു ദേവഭൂമിയാണത്രേ. ദേവന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ എന്നിങ്ങനെ അമാനുഷരുടെ വിഹാരഭൂമിയായി ഇന്ത്യൻ ഐതിഹ്യങ്ങൾ അതിനെ വർണ്ണിക്കുന്നു. നമ്മുടെ പുണ്യപുരാതനമായ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഹിമം പൊതിഞ്ഞുകിടക്കുന്ന മഹാഗിരിനിരകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ദേവന്മാർക്ക് വാനവർ എന്നൊരു വിശേഷണമുണ്ട്. ആകാശത്തിനു മീതെ വാസമുറപ്പിച്ചവർ, വാനത്തിൽ വസിക്കുന്നവർ എന്നൊക്കെയാണ് ആ പേര് അർത്ഥമാക്കുന്നത്. എന്നാൽ മഹാദേവനായ ശ്രീ പരമേശ്വരൻ തന്റെ വാസസ്ഥലിയായി ഈ ഭൂമിയെ തിരഞ്ഞെടുത്തു. നമ്മുടെ പുരാണേതിഹാസങ്ങൾ രചിച്ച പൂർവികരുടെ കാൽപ്പനികമായ ഭാവനയിൽ വർണ്ണിക്കുന്ന സ്വർഗസുന്ദര സങ്കല്പലോകത്തിന്റെ ഛായയുള്ള കൈലാസ പർവ്വതമാണ് പരമശിവൻ തന്റെ ഇരിപ്പിടമായി, വസതിയായി തിരഞ്ഞെടുത്തത്. സ്വർഗം മണ്ണിൽ താണിറങ്ങി വന്നതുപോലെയാണ് ഹിമാലയ സാനുക്കൾ തരുന്ന ദൃശ്യാനുഭൂതിയെന്ന് ഏതൊരു സഞ്ചാരിയും അഭിപ്രായപ്പെടുന്നു. പ്രകൃതി എന്നും ചുരുളഴിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളെ ഭദ്രമായി പൂട്ടിവെച്ച പേടകമാണ് കൈലാസം ഉൾപ്പെടുന്ന ഹിമാലയ ഭൂമി. എവറസ്റ്റ് കീഴടക്കപ്പെട്ടു. സാഹസിക സഞ്ചാരികളാൽ പലവട്ടം. ലോകത്തിലെ ഉയരത്തിന്റെ കൊടുമുടി മനുഷ്യർ കീഴടക്കിയിട്ടും ആ ഹിമാലയൻ നിരകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൈലാസ പർവ്വതം നാളിതുവരെയും മനുഷ്യന് കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പ്രശസ്തരായ പർവ്വതാരോഹകർ പലകുറി ശ്രമിച്ചിട്ടും കൈലാസത്തെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിസാഹസികരുടെ പോലും താളം തെറ്റിക്കുന്ന ദുർഘടമായ പർവ്വതമായാണ് കൈലാസത്തെ അടയാളപ്പെടുത്തുന്നത്. വിശ്വാസങ്ങളുടെയും പ്രകൃതിയുടെ തന്നെയും മായിക മഞ്ഞിൽ മൂടുന്ന കൈലാസം. കൈലാസം എന്ന പേരെടുത്തു നോക്കാം. ഭാരതീയ ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്ന മൂലഭാഷ സംസ്കൃതമാണല്ലോ. ഇതിഹാസ ഭൂമിയായി കരുതി വരുന്ന ഈ മഹാപർവ്വതത്തിന്റെ പേരും സംസ്കൃതത്തിൽ നിന്ന് തന്നെയാണ്. കൈലാസ് എന്ന സംസ്കൃത പദത്തിന് കാലാന്തരത്തിൽ ലോപിച്ചോ പരിണമിച്ചോ ഒക്കെയാണ് കൈലാസം എന്ന പേരുണ്ടായതായി കരുതുന്നു. കൈലാസ് എന്നാൽ സ്ഫടികം എന്നാണ് അർത്ഥം. സംശുദ്ധമായതിനെ നാം സ്ഫടികത്തോട് ഉപമിക്കാറുണ്ടല്ലോ. സ്ഫടികശുദ്ധം എന്ന വാക്ക് തന്നെ അതിനുദാഹരണം. വെൺഹിമപാളികൾ ആവരണം ചെയ്തു നിൽക്കുന്ന ഈ പർവ്വതത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത്? പവിത്രമെന്ന അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം മിക്കവാറും ആ പേര് വന്നിട്ടുണ്ടാവുക. ശുദ്ധിയെ, വിശുദ്ധിയെയൊക്കെ സൂചിപ്പിക്കാൻ നാം ഉപയോഗിക്കാറുള്ള സ്ഫടികശുദ്ധം അഥവാ ക്രിസ്റ്റൽ ക്ലിയറിൽ നിന്ന് തന്നെയാവണം നമ്മുടെ പൂർവികർ അതിന് ഈ പേര് നൽകിയത്. ഏതായാലും കൈലാസം എന്ന പേര് ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്നവരുടെ ആത്മാവിൽ കുറിക്കപ്പെട്ട ഒന്നാണ്. ആത്മചൈതന്യത്തിന്റെ അങ്ങേയറ്റമായാണ് ദൈവജ്ഞർ ആ ഭൂമിയെ കണ്ടുപോരുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രവും പരമപ്രധാനവുമായ ഒരിടമാണ് ശിവാലയമായ കൈലാസം. ഈ കൈലാസം ഹിന്ദുവിനോ ഇന്ത്യനോ മാത്രം പ്രധാനപ്പെട്ടതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ടിബറ്റൻ ഭാഷയിൽ കൈലാസത്തിന് മറ്റൊരു പേരാണുള്ളത്, ഗാൻ റിൻപോച്ചെ. ഇതിൽ റിൻപോച്ചെ എന്ന പേര് നമ്മൾ മലയാളികൾക്ക് തീർച്ചയായും സുപരിചിതമായിരിക്കും. 90കളിൽ പുറത്തിറങ്ങിയ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, സിദ്ധാർത്ഥ് ലാമ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച യോദ്ധ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയായിരുന്നു നമ്മൾ ഒരുപക്ഷെ ആദ്യമായി ആ പേര് കേൾക്കുന്നത്. നേപ്പാളിന്റെ പശ്ചാത്തലത്തിൽ ബൗദ്ധമൂല്യങ്ങളുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നുവല്ലോ അത്. റിൻപോച്ചെ എന്നത് ഒരു ടിബറ്റൻ പദമാണ്. അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതുമാണ്.
റിൻപോച്ചെ എന്നാൽ മൂല്യവത്തായത്, അമൂല്യമായത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഗാൻ എന്നാലോ ഹിമത്തിന്റെ കൊടുമുടി എന്നാണ് അർത്ഥം. അപ്പോൾ ഗാൻ റിൻപോച്ചെ എന്നാൽ അമൂല്യമായ മഞ്ഞിന്റെ കൊടുമുടി എന്ന് പറയാം. ആ പേരിൽ നിന്ന് തന്നെ ടിബറ്റർ അതിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാവുന്നില്ലേ? ബൗദ്ധർക്കും അത് പവിത്രമായ പർവ്വതമാണ്. തീർന്നില്ല. ഭൂമിശാസ്ത്രപരമായി കൈലാസത്തിന് ചൈനയിലുമുണ്ട് സ്വാധീനം. നമ്മുടെ കൈലാസത്തിന്റെ ചൈനീസ് പേരെന്താണെന്നറിയാമോ? തീസ് എന്നാണത്രേ. കൈലാസ പർവ്വതത്തിനുമുണ്ട് ധാരാളം അവകാശികളെന്ന് മനസ്സിലായി കാണുമല്ലോ. ആ ഭൂമിയുടെ പുണ്യത്തെ, വിശ്വാസത്തെ ഒക്കെ വ്യത്യസ്ത ജനസമൂഹങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ ടിബറ്റിൽ ഇതിന് ഗാൻടെസ് എന്ന ഒരു പേരുകൂടിയുണ്ട്. ഇതേ ടിബറ്റിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. സിന്ധുവും സത്ലജും ബ്രഹ്മപുത്രയും കർണാലിയും ഈ മഹാപർവ്വതത്തിന് സമീപത്തു നിന്നാണ് പ്രവാഹം ആരംഭിക്കുന്നത്. 21,778 അടി പൊക്കത്തിൽ ശിരസുയർത്തി നിൽക്കുന്നു കൈലാസം. ഘടനാപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ ഒരുപാട് സവിശേഷതകളുണ്ട് കൈലാസത്തിന്. അതും കൈലാസത്തെ ദൈവിക സങ്കല്പങ്ങളിൽ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ, സൃഷ്ടിയുടെ സവിശേഷതകളോട് നാം മനുഷ്യർക്കെന്നും ആരാധന തോന്നാറുണ്ടല്ലോ. അതെ, അതുതന്നെയാണ് ഇവിടെയും. കൈലാസം എന്ന മഹാപർവ്വതത്തോടുള്ള മനോഭാവവും മറ്റൊന്നല്ല. പ്രകൃതി നിർമ്മിതിയാണെങ്കിലും കൈലാസത്തിന്റെ ഘടനാപരമായ വ്യത്യാസങ്ങൾ കാരണം അതിൽ മനുഷ്യരുടെ കരവിരുത് കൂടിച്ചേർന്നതാണെന്ന് ചില റഷ്യൻ ശാസ്ത്രജ്ഞർ വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു മുമ്പ്. കാഴ്ചയിലെ അനുഭവത്താലാണ് അവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിരിക്കുക എന്ന് അനുമാനിക്കുന്നു. അതൊഴിച്ചു നിർത്തിയാൽ അടിസ്ഥാനപരമായി ആ വാദത്തെ, വിശ്വാസത്തെ ശരിവെക്കുന്ന തെളിവുകളൊന്നുമില്ല. എന്താണ് അതിനു മാത്രം കൈലാസത്തിന്റെ ആകാരത്തിനുള്ള സവിശേഷത എന്നറിയാമോ? അതിന്റെ ഒന്നാമത്തെ കാരണമായി പറയുന്നത് അളവിൽ കണക്കൊപ്പിച്ചുള്ള സമമായ ഘടനയാണ്. കണിശമായി കണക്കുകൂട്ടി ചെത്തി ഒപ്പിച്ചെടുത്തതുപോലെയാണ് അതിന്റെ ഘടന. വശങ്ങൾ ഈജിപ്തിലെ മനുഷ്യനിർമ്മിതിയായ പിരമിഡിനെ പോലെ കാണപ്പെടുന്നു. ഇതെല്ലാം കൊണ്ടുതന്നെ വ്യത്യസ്തമാണ് കൈലാസം. കൈലാസത്തെ പണികഴിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ദേവശില്പികളോ അതോ മനുഷ്യർ തന്നെയോ? അനന്തമായ കാലത്തിലൂടെ ഈ അത്ഭുതകരമായ പ്രകൃതിയോ? ഇന്നും പലരും പലതായി വിശ്വസിക്കുന്നു. നമുക്കിതിനെ പരമമായ പ്രകൃതിയുടെ വിസ്മയകരമായ നിർമ്മിതിയായി കാണാം. കാലം പരുവപ്പെടുത്തിയെടുത്ത കൈലാസം, കഥകളും കാര്യങ്ങളും കൂടിക്കലർന്ന മായ പോലിരിക്കുന്ന സത്യമായ കൈലാസം.